ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ നമ്മുടെ മിഷീൻ ഹബിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ആപ്പിള്, പൈനാപ്പിൾ, അതുപോലെ തന്നെ പഴം ഇങ്ങനെ സംഭവം നമ്മുടെ ഏറ്റവും കുഞ്ഞിനൊരു മെഷീനിൽ ഉണക്കാനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നമ്മൾ പരിഞ്ഞ് നമ്മുടെ മെഷീനിൽ ട്രയൽ എടുത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിൽ എങ്ങനെ നമുക്ക് എത്ര സമയം കൊണ്ട് ഇതെല്ലാം ഉണങ്ങി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡ്രയേഴ്സ് വരുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ മെഷീൻ നമ്മുടെ കമ്പനിയുടെ തന്നെ. ഇതിന് തൊട്ട് മോഡൽ വലിയ മോഡലാണ്. ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീനാണ്. ഇത് തൊട്ട് ഇപ്പുറത്ത് വരുന്നത് 7 ട്രാൻ മെഷീനാണ്. നമ്മൾ 3 ട്രാൻ്റെ നമ്മുടെ ഒരു 15 കിലോ കപ്പാസിറ്റി വരുന്ന ഒരു ഡ്രയറിൽ നമ്മൾ ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ മെഷീൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ചെയ്യുന്ന വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെഷീനാണ് നമ്മൾ ഉണക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കമ്പനിയുടെ 3 ട്രേയുടെ 15 കിലോ കപ്പാസിറ്റി വരുന്ന ഏറ്റവും ചെറിയൊരു കുഞ്ഞൻ മെഷീനാണ്. നമുക്ക് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ള മെഷീനാണ്. അപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ എന്തുമൊക്കെ സാധനങ്ങൾ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. മഴക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് സാധനങ്ങളും പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, നാളികേരം, മുളക് അങ്ങനെ എന്ത് സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊന്നും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണക്കാൻ വെച്ചേക്കാണ്. ഇതാണ് മെഷീൻ്റെ മീറ്റർ പാനലിലെ സംഭവങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ടൈം മെഷീൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെഷീൻ്റെ മീറ്റർ പാനലിലെ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് മെഷീൻ തുറന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഉണക്കാൻ വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. 3 തട്ടിൻ്റെ മെഷീനാണ്. ഒരു തട്ടിൽ നമുക്ക് 5 കിലോ വരെ ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രേയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. ബട്ടർ പേപ്പറിൻ്റെ നിർബന്ധമില്ല. നമ്മൾ ബട്ടർ പേപ്പർ ഉള്ള കാരണം നമ്മൾ ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഫ്രൂട്ട്സ് വെച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേയിൽ വെക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത്. 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് ട്രേസ് എല്ലാം തന്നെ. മുകളിൽ ആപ്പിൾ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ വരുന്നുണ്ട്, അടിയിൽ പഴമാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ ഒരു ട്രേയിൽ ആപ്പിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രേയിൽ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം വെച്ചിട്ടുണ്ട്. ഈ 3 ഐറ്റംസാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര സമയം കൊണ്ട് ഉണങ്ങും, എങ്ങനെ ഉണങ്ങി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പം നേരെ നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. എത്ര സമയം എടുക്കും നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഉണക്കാനിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 18 മണിക്കൂറായിട്ടുണ്ട്. അടുത്ത ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഉണക്കായിട്ടിട്ട് പോയതാണ്. ഇപ്പോൾ കാലത്ത് വന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാം തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാമെന്നുള്ളതാണ്. എല്ലാം തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ ബട്ടർ പേപ്പർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഡ്രൈ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ട്രയലിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ആപ്പിൾ ഡ്രൈ ആയിട്ടുള്ളത്. നമുക്കിവിടെ കാണാം നല്ല കളറിലും അതേ ഇതിലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന പ്രതീക്ഷിക്കുന്നു. നല്ല ആപ്പിൾ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ട്രേസ് എല്ലാം തന്നെ വരുന്നത് 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം ഉണക്കാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിനി പൈനാപ്പിൾ ഡ്രൈ ചെയ്തു. പൈനാപ്പിളൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നതാണ്. നിങ്ങൾക്ക് ആ കളറും ടെക്സ്ചറും സംഭവം കൂടെ മനസ്സിലാവുന്നതാണ്. പിന്നെ വരുന്നത് പഴമാണ്. പഴമൊക്കെ നല്ല നല്ല പഴുത്ത പഴമാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ല നല്ല എന്താ പറയുക, ചൂയിങ്ങും പോലെ ആയിട്ടുണ്ട് നമ്മുടെ പഴം. ഇതൊരിക്കലും സ്റ്റിഫ് ആവില്ല. ഷുഗർ കണ്ടന്റ് ഉള്ള കാരണം പഴം ഒന്നും അങ്ങനെ സ്റ്റിഫ് ആവില്ല. അത് നമ്മൾ നല്ല തിക്നെസ്സിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ചെറുപഴമൊക്കെയാണ്. ഇതൊക്കെ നല്ല ഇതിലായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് നല്ല തിക്നെസ് കുറച്ചരിഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ചെറുപഴം അതുപോലെ തന്നെ നേന്ത്രപ്പഴമാണ്. നമ്മുടെ ഈ ഡ്രയറിൽ എന്തുവിധ സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നമ്മുടെ ഡ്രയറിൽ ഉണക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രയറിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.